ഹലോ! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നൈറ്റിയും ഫ്രോക്ക് നൈറ്റിയും ഒക്കെ ഇട്ട് മടുത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന പുതിയൊരു ഡിസൈനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇതെന്റെ സ്വന്തം ഡിസൈൻ ഒന്നല്ല, കസ്റ്റമർ റെഫറൻസ് പിക്ക് തന്നിട്ട് ചെയ്യിച്ചതാണ്. പക്ഷെ സംഭവം കിഡുവാണ്. അപ്പൊ നമുക്ക് വേഗം ഇതിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് പോകാം. ബയോ! അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 290ന്റെ കോട്ടൺ നൈറ്റി ബിറ്റാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്തിടാം. നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇതാ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സ്കേർട്ട് പോർഷൻ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഇതിൽ എടുത്തിട്ടുള്ള മെഷർമെന്റ്സ് ഒക്കെ സ്ക്രീനിൽ കൊടുക്കാട്ടോ. ഫുൾ ലെങ്ത് നമ്മുടെ യോക്ക് ലെങ്ത് കുറച്ചതിന് ശേഷം അതിന്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുള്ള ഒരു അളവാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ബാക്കിയുള്ള ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ യോക്കും സ്ലീവും ഒക്കെ കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. നമുക്കിത് ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ യോക്ക് ലെങ്ത്തിന് അനുസരിച്ചിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തിടാം. അപ്പൊ ഞാൻ ആദ്യം 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ യോക്ക് ലെങ്ത്തിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇത് 4 ഫോൾഡായി. ഫോൾഡ് വരുന്ന ഭാഗം എൻ്റെ സൈഡിലും ഓപ്പൺ സൈഡ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡറും ആം ഹോളും 6.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ലൈനിലേക്ക് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിന്റെ 4 ഭാഗത്തിന്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്തിട്ട് ആ ഒരു പോയിന്റും പിന്നെ അതിന്റെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ലൈനും ഇതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോളിന്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് ആം ഹോള് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് ലെങ്ത് 5.5 ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത് 4.25 ഇഞ്ചും ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ റൗണ്ട് നെക്കും ഫ്രണ്ടിൽ സ്ക്വയർ നെക്കും ആണ് കൊടുക്കുന്നത്. അതും ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി താഴെ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡർ 1/4 ഇഞ്ച് ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കിന്റെ ആ ഒരു ഭാഗം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. കാരണം അവിടെ നമുക്ക് ക്രോസ് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക് നെക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്തു. എന്നിട്ട് ആ ഒരു പീസിനെ നേരെ പോയിട്ട് സ്ക്വയർ നെക്കായിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള ക്രോസ് പീസ് നമുക്ക് ഈ ഒരു പീസിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇനി ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് കുഴിച്ചും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ബാലൻസ് വന്ന ഈ ഒരു പീസിൽ നിന്നാണ് നമുക്ക് പഫ് സ്ലീവ് വെട്ടിയെടുക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം ഒന്ന് ഇതുപോലെ ആം ഹോൾ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ് വേണ്ടുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ പഫിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ഒരു ഷേപ്പാക്കി വരച്ചു കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് 5 ഇഞ്ച് എക്സ്ട്രാ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വരുന്ന ഭാഗത്താണ് നമ്മുടെ സ്ലീവ് റൗണ്ടും അതിന്റെ തയ്യൽ തുമ്പും ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കണക്കാക്കി വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെയല്ല ശരിക്കും പഫ് സ്ലീവിന് കട്ട് ചെയ്ത് എടുക്കേണ്ടുന്നത്. ഇപ്പം എനിക്ക് കർവൊന്നും ഷേപ്പൊന്നും ശരിക്കും വന്നിട്ടില്ല. എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം ആ ബാലൻസ് തുണി അങ്ങ് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. സ്ലീവിന്റെ താഴെ ഭാഗം എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എലാസ്റ്റിക് എത്ര വേണമെന്ന് വെച്ചാൽ അതിന്റെ ഇരട്ടി തുണി ഉണ്ടാകുമ്പോഴാണ് പഫ് വൃത്തിയായിട്ട് നിൽക്കുക. ബാലൻസ് ചെയ്യുന്നത് ഇത്ര തുണിയാണുള്ളത്. ഈ ഒരു പീസ് തുണി നമുക്ക് ജോയിൻ ചെയ്തിട്ട് വേണം നെക്കിനേക്കുള്ള ക്യാൻവാസ് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ കട്ടിങ് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. വീഡിയോ റെക്കോർഡ് ആക്കിനായിരുന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിക്ക് തന്നെ നെക്ക് മാർക്ക് ചെയ്ത് സ്ക്വയർ നെക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്ത് പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അരികു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ സ്ക്വയർ നെക്ക് ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ ചീത്ത വശത്തേക്ക് നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ച ആ ഒരു പീസ് തുണിയുടെ നല്ല വശം വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം.
അപ്പോൾ ദേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വന്ന ആ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് കോർണറിൽ സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് നെക്ക് മറിച്ചിട്ട് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ ജോറായിട്ട് വണ്ടി ഓടിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. ഇവൻ ഒന്ന് സൈലന്റ് ആയിട്ട് കിട്ടിയിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ദിവസമായി ഇതിങ്ങനെ കാത്തു വെച്ച് നിൽക്കുന്നത്. പക്ഷെ ആളെങ്ങനെ എന്നെ എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഇനി എങ്ങനെയായാലും ഒന്ന് എഡിറ്റ് ചെയ്ത് ഇത് പോസ്റ്റ് ചെയ്തേക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അവനോ ഉറങ്ങുന്നത് കാത്ത് നിൽക്കാണ്ട് വേഗം എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പം അതൊന്ന് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. അപ്പം നമ്മളിതാ നെക്ക് ഇതുപോലെ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ നെക്ക് പതിച്ചടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ലേസ് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ലേസ് ഉള്ളിലേക്ക് കുറച്ചിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആണ് നമ്മളത് മറ്റേ ഭാഗം അടിച്ചെടുക്കുന്നത്. ഈ ലേസ് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് വെള്ള നൂല് വെച്ചിട്ട് ഇതിൻ്റെ ലേസിൻ്റെ സൈഡിലൂടെ ഒന്നടിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ നെക്ക് കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്ന ആ ഒരു പീസിന്ന് നമ്മളിതാ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. 1.5 ഇഞ്ച് വീതിക്കാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം 3 ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ക്രോസ് പീസ് ഇതാ ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു ക്രോസ് പീസ് നടുവേ മടക്കിയിട്ട് നെക്ക് ഒന്ന് ഷേപ്പിൽ അടിച്ചെടുക്കാം. ഇനി സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നെക്ക് ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് ആ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ആ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് വരുന്ന ആ നെക്കിൻ്റെ സ്റ്റിച്ച് വരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കുക. നമ്മളിപ്പം വെച്ച ആ ക്രോസ് പീസ് ഒഴിവാക്കിയിട്ടാണ് ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഈ ക്രോസ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. എന്നിട്ട് അത് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് ചെറുതായിട്ട് ഒന്ന് കവറായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് ബാക്ക് നെക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. നെക്ക് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ് നോക്കാം. ഒരു സ്ലീവ് എടുത്തിട്ട് ദാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചുരുക്കുകൾ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം ചുരുക്കിട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ചുരുക്കുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതെടുത്തിട്ട് നമ്മൾ നോർമലായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന പോലെ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ആ സമയത്ത് എക്സ്ട്രാ തുണി വരുന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്ലീറ്റും കൂടി ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ എലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 12 ഇഞ്ച് നീളത്തിലുള്ള 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് തേരുവശം വരുന്നത് കൊണ്ട് സ്ലീവിൻ്റെ താഴെ ഭാഗം മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ ആ ഒരു ഇഞ്ച് മുകളിലായിട്ടാണ് എലാസ്റ്റിക് ഞാൻ വെച്ചടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ സ്ലീവ് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവ് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ നമ്മൾ ആ 2 ഭാഗവും കറക്റ്റായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ സ്കേർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു പീസിന് ഒറ്റ പീസ് തുണിയും എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് നോച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബോഡീൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത ആ ഒരു പോർഷനിൽ നിന്ന് 2 സൈഡിലേക്കും 4 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഒരു മാർക്ക് കൊടുക്കാം. ഈ ഒരു 8 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. 2 സൈഡിലും മാത്രമായിട്ടാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ള ഒരു പീസ് തുണി എടുത്തിട്ട് സെൻറ്റർ ടു സെൻറ്റർ നല്ല വശങ്ങൾ ചേർത്ത് ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കാം.
നമ്മളിപ്പം കൊടുത്ത ആ 2 മാർക്കിങ് ഒഴികെ ഉം, അതിൻ്റെ പുറത്ത് വരുന്ന, അതായത് നമ്മുടെ ആ ഒരു വേസ്റ്റ് റൗണ്ടുമായിട്ട് വരുന്ന ആ ഒരു ഏരിയയിലാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടത് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു വേസ്റ്റ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു 4 ഇഞ്ചിൻ്റെ മാർക്കിങ് വരെ ചെറിയ ചെറിയ പ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. സെൻറ്റർ പോർഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് പ്ലീറ്റ് ഒന്നും ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത്, പിന്നെ നമ്മുടെ അടുത്ത 4 ഇഞ്ചിൻ്റെ ആ ഒരു മാർക്കിങ്ങിന് ശേഷം പിന്നെയും പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാക്ക് വശത്തെ ഇതും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എന്താ ബാക്കിലത്തെ ഭാഗവും ഇതുപോലെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വള്ളിയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അളവിനനുസരിച്ചിട്ട് സൈഡ് ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെ ഭാഗം മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പോക്കറ്റൊക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. എന്നോടിപ്പം കസ്റ്റമർ പോക്കറ്റൊന്നും വെച്ച് കൊടുക്കാൻ പറയാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യായിരുന്നത്. ഈസി ആയിട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന മാർഗ്ഗമൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ദാ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക നൈറ്റി, ഫ്രോക്ക് നൈറ്റി അല്ല, മാക്സി അല്ല, അങ്ങനെ ഒരു മാക്സി സ്റ്റൈൽ ഡ്രസ്സ് എന്ന് പറയാം അല്ലേ. നല്ല പഫ് സ്ലീവൊക്കെ വന്ന് ലേസും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഒരു മോഡൽ നല്ല ഇഷ്ടമായിട്ടുണ്ട്. വീട്ടിലൊക്കെ നമുക്ക് നിൽക്കുമ്പോൾ നല്ല ട്രെൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.